വമാ കാന ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. പ്രവാചകരെ, അങ്ങയ്ക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ മരണം നൽകാതിരുന്നിട്ടില്ല, ഖുൽദ് നൽകിയിട്ടില്ല. അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. അങ്ങ് മരണപ്പെടുകയും അവർ നിത്യജീവികളായി നിത്യവാസികളായി ഈ ദുനിയാവിൽ ജീവിക്കുകയും ചെയ്യുമോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണം സുനിശ്ചിതമാണ്, ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. ആ മരണത്തിനപ്പുറത്തുള്ള നിഗൂഢതകളെ കുറിച്ച് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ എത്രയോ തവണ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മരണത്തോടുകൂടി നമ്മുടെ കണ്ണിന്റെ മൂടിയങ്ങ് എടുത്തു മാറ്റപ്പെടും, നമ്മുടെ ചെവിയുടെ മൂടിയങ്ങ് എടുത്തു മാറ്റപ്പെടും. വലഖദ് കശഫ്നാ അൻക ഗിതാഅക ഫബസറുക യൗമ ഹദീദ്. നിന്റെ കണ്ണിനൊരു മൂടിയുണ്ടായിരുന്നു, ഇന്നേ ദിവസം ആ മൂടിയതാ ഞാൻ മാറ്റിയിരിക്കുകയാണ്, നിനക്കെല്ലാം കാണാം. പ്രിയപ്പെട്ടവരെ, ആ മൂടിയുള്ളത് കൊണ്ടാണ് നമ്മുടെ രണ്ട് ഭാഗത്തും ഇരുന്നു കൊണ്ട് നമ്മുടെ ഓരോ വാക്കുകളും എഴുതിക്കൊണ്ടിരിക്കുന്ന റഖീബ് അതീദിനെ നമുക്ക് കാണാൻ സാധിക്കാത്തത്. ആ മൂടിയുള്ളത് കൊണ്ടാണ് ഹഫദത്തിന്റെ മലക്കുകളെ നമുക്ക് കാണാൻ സാധിക്കാത്തത്. ആ മൂടിയുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കറാമത്തും അള്ളാഹുവിന്റെ അദമത്തിനെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം സദസ്സുകളിൽ നിറഞ്ഞിരിക്കുന്ന മലക്കുകളെ കാണാൻ നമുക്ക് സാധിക്കാത്തത്. അള്ളാഹു തന്ന ആ മൂടിയുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ ദുനിയാവിൽ നിന്ന് നാം വിട പറയുന്ന ആ ദിവസമുണ്ടല്ലോ, ആ ദിവസം നമ്മുടെ കണ്ണിന്റെ മൂടിയെടുത്ത് മാറ്റപ്പെടുമെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അന്നേ ദിവസം നമ്മുടെ കണ്ണിന്റെ കാഴ്ച മൂർച്ചയുള്ളതായിരിക്കും, എല്ലാം നമുക്ക് കാണാൻ കഴിയും, മലക്കുകളെ നമുക്ക് കാണാൻ കഴിയും, ആ മലക്കുകളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. മരണത്തിന്റെ സമയത്ത് മനുഷ്യരുടെ അടുത്തേക്ക് വരുന്ന ചില മലക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരു ഹദീസും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, വന്നാസിആതി ഗർഖാ വന്നാശിതാതി നഷ്താ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറാ. മുഴുകി പ്രവേശിച്ച് ഒരു കരുണയുമില്ലാതെ ഒരു ദയവുമില്ലാതെ ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. ഇത് മലക്കുകളെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ റൂഹ് ഏറ്റെടുക്കാൻ വരുന്ന മലക്കുകൾ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പടച്ചറബ് നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നു. അതിൽ ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്, ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ചാണ് ഖുർആനി സൂറത്തു നാസിആത്തിന്റെ ഒന്നാമത്തെ ആയത്തിൽ സംസാരിക്കുന്നത്. വന്നാസിആതി ഗർഖാ. അവർക്ക് ദയയുണ്ടാവില്ല, അവർക്ക് കരുണയുണ്ടാവില്ല, അവരൊരു തരത്തിലുള്ള വികാരങ്ങളെയും മാനിക്കുന്നവരല്ല. അവർ മുഴുകി പ്രവേശിച്ച് അതിശക്തമായി ഊരിയെടുക്കുന്നവർ തന്നെയാണ്. അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർ മുനാഫിഖുകളുടെ അടുത്തേക്ക് വരുന്ന രംഗത്തെക്കുറിച്ച് ഖുർആനിൽ സൂറത്ത് മുഹമ്മദിന്റെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു. മുനാഫിഖുകളെ കുറിച്ച് അല്ലാഹു സംസാരിക്കുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ ഖഫാലുഹാ. അവർ ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നില്ലേ? അതല്ല, അവരുടെ ഹൃദയങ്ങൾക്ക് പ്രത്യേകമായ താഴുകളുണ്ടോ, പൂട്ടുകളുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഇന്നല്ലദീന ഇർതദ്ദു അലാ അദ്ബാരിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ. എല്ലാ കാര്യങ്ങളും വ്യക്തമായി കിട്ടിയതിനു ശേഷം മുർത്തദ്ദുകളായി പോയ, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ അശ്ശൈത്താനു സവ്വല ലഹും വ അംലാ ലഹും. അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പിശാചത അവർക്ക് ഭംഗിയാക്കി തോന്നിച്ചിരിക്കുന്നു, പിശാചത അവർക്ക് അലങ്കാരമാക്കി തോന്നിച്ചിരിക്കുന്നു. ذلك بأنهم قالوا للذين كرهوا ما أنزل الله سنطيعكم في بعض الأمر والله يعلم إسرارهم. ഇതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളോട് അന്യായമായ അലക്ഷ്യമായ വെറുപ്പ് വെച്ച് പുലർത്തുന്ന പച്ച കാഫറുകളുണ്ടല്ലോ, നിഷേധികളുണ്ടല്ലോ, ആ നിഷേധികളോട് അവർ പറയുകയുണ്ടായി. എന്താണ്? സനുതീഉകും ഫീ ബഅദിൽ അംർ. ഞങ്ങൾ കാര്യം മുസ്ലിങ്ങളുടെ കൂടെയാണെങ്കിലും എല്ലാ വിഷയത്തിലും ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യവും അനുസരിക്കാൻ തയ്യാറാണെന്ന് നിഫാഖ് അവർ കാണിച്ചു. വല്ലാഹു യഅലമു ഇസ്റാറഹും. അവരുടെ രഹസ്യങ്ങൾ കൃത്യമായി അള്ളാഹു അറിയുന്നവനാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഫകൈഫ ഇദാ തവഫത്ഹുമുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. എന്റെ മലക്കുകൾ, മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, അവരുടെ റൂഹിനെ ഏറ്റെടുക്കുന്ന സമയമുള്ള അവസ്ഥ എന്തായിരിക്കും? യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. അവരുടെ മുതുകിലും അവരുടെ മുഖത്തും അടിച്ചുകൊണ്ടായിരിക്കും, ഹീനമായ രീതിയിലായിരിക്കും, ക്രൂരമായ രീതിയിലായിരിക്കും അവരുടെ റൂഹുകളെ ഈ മലക്കുകൾ ഏറ്റെടുക്കുക. പ്രിയപ്പെട്ടവരെ, മുനാഫിഖുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അവിടെയും തീർന്നില്ല.
പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അംഫാലിലൂടെ കാഫിറുകളെ കുറിച്ച്, നിഷേധികളായ ആളുകളെ കുറിച്ച് അവരുടെ റൂഹിനെ ഏറ്റെടുക്കുന്ന രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. വലൗ തറാ ഇദ് യതവഫൽ ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. നിഷേധികളായ ആളുകൾ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളും അധ്യാപനങ്ങളും കേൾക്കുമ്പോൾ സംശയത്തിന്റെ കണ്ണുകളോടെ മാത്രം നോക്കിക്കണ്ട ആളുകൾ, ആ ആളുകളുടെ റൂഹദ, ആത്മാവത മലക്കുകൾ ഏറ്റെടുക്കുകയാണ്. ഏത് രീതിയിലാണ് ഏറ്റെടുക്കുക? ഇതുപോലെ തന്നെ മുഖത്തും മുതുകിലും മടിച്ചുകൊണ്ടായിരിക്കും, ശിക്ഷ അനുഭവിച്ചുകൊണ്ടായിരിക്കും ഏറ്റെടുക്കുക. ദാലിക ബിമാ ഖദ്ദമത് ഐദീഹിം വഅന്നല്ലാഹ ലൈസ ബിദല്ലാമിൽ ലിൽ അബീദ്. ഈ ശിക്ഷകൾ അവർ അനുഭവിക്കുന്നത് അവരുടെ കർമ്മഫലങ്ങൾ കൊണ്ട് മാത്രമാണ്. ഒരിക്കലും തന്റെ അടിമകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല. കാഫിറുകളെ കുറിച്ച് പറഞ്ഞതാണ്. അതുപോലെ തന്നെ വാലിബുകളെ കുറിച്ചും സൂറത്തു അൻആമിൽ അല്ലാഹു സംസാരിക്കുകയാണ്. വലൗ തറാ ഇദിദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. നബിയേ, അക്രമികളായ ആളുകൾ, ദുൽമിന്റെ ആളുകൾ മരണവെപ്രാളത്തിലിരിക്കുന്ന സമയം അവരെ അങ്ങ് കണ്ടിരുന്നെങ്കിൽ, വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും. മലക്കുകളതാ അവരുടെ കൈകൾ ഇങ്ങനെ ആ ശരീരത്തിന് നേർക്കേക്ക്, ആത്മാവിന് നേർക്കേക്ക് ചൂണ്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ട് പറയുകയാണ്, അഖ്രിജൂ അൻഫുസകും. അല്ലയോ ഹീനപ്പെട്ടു പോയ ആത്മാവേ, അല്ലയോ നശിച്ചു പോയ ആത്മാവേ, പുറത്തേക്ക് വരിക. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. ഇന്നേ ദിവസം ഹീനമായ ശിക്ഷ അനുഭവിക്കേണ്ട ദിവസമാണ്, നിന്ദ്യമായ നികൃഷ്ടമായ ശിക്ഷ അനുഭവിക്കേണ്ട ദിവസമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന മലക്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി ഖുർആനിൽ പറഞ്ഞു തരുന്നു. ഈ ആയത്തുകളിൽ അല്ലാഹു ഉപയോഗിച്ച വാക്ക് നിങ്ങൾ നോക്ക്, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഒരാളുടെ മുഖത്തടിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ അപമാനിക്കലാണ്. ഒരാളുടെ മുതുകത്തടിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ നിന്ദിക്കലാണ്. അപമാനിക്കലും നിന്ദിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപമാനിക്കലും നിന്ദിക്കൽ അങ്ങേ അറ്റമാണ്. ഒരാളുടെ മുഖത്ത് നമ്മൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ അഭിമാനം നമ്മുടെ പിച്ചു ചീന്തി. എന്നാൽ ഒരാളുടെ മുതുകത്ത് നമ്മൾ പോയി ശക്തമായി അടിച്ച് അയാളെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ നിന്ദിക്കലാണ്. അയാൾക്ക് പിന്നെ അഭിമാനം എന്ന് പറഞ്ഞ അന്തസ് എന്ന് പറഞ്ഞ സാധനമില്ല. അതുകൊണ്ടാണ് അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നേ ദിവസം തന്നെ ഹീനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണെന്ന് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇതാണ് മരണത്തിന്റെ മലക്കുകളിൽ ഒരു വിഭാഗം. എന്നാൽ മരണത്തിന്റെ മലക്കുകളിൽ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് സൂറത്തു നാസിആത്തിന്റെ 2-ാമത്തെ ആയത്തിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരാൻ. എന്താണ് ആ വിഭാഗം? വന്നാഷിതാതി നഷ്താ. വളരെ മൃദുലമായ രീതിയിൽ, വളരെ തന്മയത്വത്തോടുകൂടി, അവധാനതയോടുകൂടി ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. ഇത് 2-ാമത്തെ വിഭാഗമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന വിഭാഗമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിന്റെ 30, 31, 32 ആയത്തുകളിൽ ഈ മലക്കുകളെ കുറിച്ചും ഈ മലക്കുകൾ ആരുടെ അടുത്തേക്കാണ് വരിക എന്നതിനെ കുറിച്ചുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഖീല ലില്ലദീന തഖൗ മാദാ അൻസല റബ്ബുകും ഖാലൂ ഖൈറാ. മുത്തഖികളായ ആളുകളോട്, തഖ്വയുള്ള ആളുകളോട് പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനത്തെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയുകയാണ് ഖാലൂ ഖൈറാ. അതിനേക്കാൾ വലിയ നന്മ മറ്റൊന്നും വരാനില്ലല്ലോ, അതിനേക്കാൾ നന്മ മറ്റെന്താണ് വരാനുള്ളത്? ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന വലദാറുൽ ആഖിറതു ഖൈർ. നന്മ ചെയ്ത ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ നന്മയുടെ പ്രതിഫലം കിട്ടാൻ തുടങ്ങും. പരലോകത്തെ ഭവനമാകട്ടെ അവർക്ക് ഏറ്റവും നല്ലതുമായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളെ ഏറ്റെടുക്കാൻ വരുന്ന മലക്കുകൾ, ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീന യഖൂലൂന സലാം സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. അവർ ജീവിതത്തിന്റെ ഏറ്റവും പരിശുദ്ധിയിലായിരിക്കുന്ന സമയം, ജീവിതത്തിൽ ആത്മനിർവൃതി നേടിയെടുത്ത സമയമായിരിക്കും മലക്കുകൾ അവരിലേക്ക് വരിക. എന്നിട്ട് അവരെ ഏറ്റെടുക്കുന്ന സമയം ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് ആ മലക്കുകൾ അതാ പറയുകയാണ് മുത്തഖികളായ ആളുകളോട്, തഖ്വ നേടിയെടുത്ത ആളുകളോട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഖാമത്ത് നേടിയെടുത്ത ആളുകൾ, ഈ ഇസ്തിഖാമത്ത് നേടിയെടുത്ത ആളുകളോടും മലക്കുകൾ ഇത് തന്നെയാണ് പറയുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുകയും തുമ്മസ്തഖാമു, എന്നിട്ട് നേരാംവണ്ണം ചൊവ്വായ നിലയിൽ നിലനിൽക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് സൂറത്തുൻ നാസിആത്തിന്റെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സൂചിപ്പിച്ച മലക്കുകൾ ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. നിങ്ങൾ പേടിച്ചു പോകരുത് കേട്ടോ,
ഏത് മനുഷ്യനും പേടിച്ചു പോകും. കാരണം കാണാത്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കാത്ത കേൾവികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവമില്ലാത്ത അനുഭവങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പുതിയൊരു ലോകത്തേക്ക് പറിച്ചു നടപ്പെടാൻ പോകുകയാണ്. ഏത് മനുഷ്യനും ഒരു ബേജാറും വെപ്രാളവും ഉണ്ടാകും. ആ വെപ്രാളത്തെ തണുപ്പിച്ചുകൊണ്ട് മലക്കുകൾ പറയുകയാണ്, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കരുത് കേട്ടോ, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. ആരാണ് ദുഃഖിച്ചു പോകാത്തത്? പ്രിയപ്പെട്ടവരായ സ്വന്തം കുടുംബക്കാരെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് നിത്യമായ ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ ഇനി ഒരിക്കലും തന്റെ ബന്ധുക്കളെ, തന്റെ ഉമ്മയെ, വാപ്പയെ, ഭാര്യയെ, മക്കളെ, സഹോദരന്മാരെ, തന്റെ ഉറ്റമിത്രങ്ങളെ കാണാൻ കഴിയില്ല എന്ന വസ്തുത ആരെയാണ് ദുഃഖിപ്പിക്കാത്തത്? ആ ദുഃഖത്തിൽ തലോടിക്കൊണ്ട് മലക്കുകൾ പറയുകയാണ്, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കരുത് കേട്ടോ, വഅബ്ശിറൂ ബിൽ ജന്നത്തുല്ലതീ കുൻതും തുഅദൂൻ, ഇവിടെ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെടാൻ പോകുന്നത് അതിനേക്കാൾ എത്രയോ മഹനീയമായ, സുന്ദരമായ, പരിപാവനമായ, പരിശുദ്ധമായ, ഉദാത്തമായ സ്വർഗ്ഗലോകമാണ് പകരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അത് ചിന്തിച്ച് നിങ്ങൾ സന്തോഷിക്കുക, അത് ചിന്തിച്ച് നിങ്ങൾ ആനന്ദിക്കുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ, സമ്പത്തിന്റെ പെരുപ്പം കൊണ്ടല്ല, നേടിയെടുത്ത അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ടല്ല, ഉണ്ടാക്കിയെടുത്ത അനുയായികളുടെ എണ്ണം കൊണ്ടല്ല, ചെയ്തു കൂട്ടിയ കർമ്മഫലങ്ങൾ ഓർമ്മിച്ച്, നന്മകൾ ഓർമ്മിച്ച്, മാറി നിന്ന തിന്മകളുടെ പട്ടിക ഓർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചതിന്റെ ഇന്നലകളെ കുറിച്ച് ഓർമ്മിച്ച്, പ്രബോധന വീതിയിൽ ഒഴുക്കിവിട്ട ആ വിയർപ്പുകളെ കുറിച്ച് ഓർമ്മിച്ച്, റബ്ബിന്റെ മുന്നിൽ രഹസ്യമായി സമർപ്പിച്ച കണ്ണുനീരുകളെ കുറിച്ച് ഓർമ്മിച്ച്, നിർവൃതി അടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, കർമ്മങ്ങളുടെ ഏടുകൾ അടച്ചു വെക്കാനുള്ള സമയമായി. ഇത് മടക്കയാത്രക്കുള്ള സമയമാണ്, ഇത് വിശ്രമത്തിന്റെ സമയമാണ്, ഇത് പ്രതിഫലത്തിന്റെ സമയമാണ്, ഇത് എല്ലാം അവസാനിപ്പിക്കാനുള്ള സമയമാണ്. ഏത് രീതിയിൽ നിന്റെ രക്ഷിതാവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്റെ രക്ഷിതാവിനെയും നിനക്ക് തൃപ്തിയാണ്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ മലക്കുകളോട് പറയാൻ പടച്ചറബ് കൽപ്പിച്ചു വെച്ചതാണ്, എന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, എന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ സുന്ദരമായ പര്യവസാനത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് അങ്ങോട്ട് അനന്തമായ കാലം, എത്ര കാലം ഉണ്ടാകുമെന്ന് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. 1 നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ 3 നൂറ്റാണ്ടോ 4 നൂറ്റാണ്ടോ, ഈ ദുനിയാവിന്റെ ആ ചെറിയൊരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുക. നമ്മുടെ ഖബർ ജീവിതത്തിന്റെ അളവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, അതിന്റെ വ്യാപ്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 100 വയസ്സ് വരെ, 90 വയസ്സ് വരെ, 80 വയസ്സ് വരെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുക. എന്നാൽ ഖബറിൽ നാം കിടക്കേണ്ടി വരുന്നത് എത്ര കൊല്ലമാണ്? സഹസ്രാബ്ദങ്ങളായിരിക്കാം, നൂറ്റാണ്ടുകളായിരിക്കാം. ആ സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളും നമുക്ക് കൂട്ടാരാണെന്നറിയുമോ? നമ്മുടെ കുടുംബക്കാരല്ല, നമ്മുടെ സംഘടനയല്ല, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ അധികാരമല്ല, നമ്മുടെ മക്കളല്ല, നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്, നമ്മുടെ അമലുകൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ കർമ്മമണ്ഡലങ്ങളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിന്റെ വിളിയാളം കേട്ടുകൊണ്ട് ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു രംഗത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. മനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ. മനുഫിഖ ഫിസ്സൂർ, സൂര്യൻ ഊതപ്പെടുമ്പോൾ ഫഇദാ ഹും മിനൽ അജ്ദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ, തങ്ങളുടെ രക്ഷിതാവിന്റെ അടുത്തേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് അവരതാ ഇങ്ങനെ നടന്നു പോകുകയാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആളുകൾക്ക് വിവിധങ്ങളായ മുഖഭാവങ്ങളായിരിക്കും, വിവിധങ്ങളായ രീതിയിലായിരിക്കും ആളുകൾ ഇങ്ങനെ അള്ളാഹുവിന്റെ വിളിയാള സ്ഥാനത്തേക്ക് ഓടിച്ചെല്ലുക. അതൊരൊറ്റ ശബ്ദം മാത്രമായിരിക്കും, ഒരൊറ്റ വിളിയാളം മാത്രമായിരിക്കും. ആ വിളിയാളം ഉണ്ടാകുമ്പോൾ അവരതാ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഹാജരാകും. ഇന്നേ ദിവസം അവരോട് ഒരു തരത്തിലുള്ള അക്രമവും ചെയ്യപ്പെടുകയില്ല. അവർ ചെയ്ത കർമ്മങ്ങൾക്ക് മാത്രമേ പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ. ആ സ്വർഗ്ഗവാസികളായ ആളുകൾ അവർ തണലിലായിരിക്കും, സോഫകളിലായിരിക്കും, ചാരിയിരുന്നു കൊണ്ട് അവരുടെ ഇണകളുടെ കൂടെ രസിക്കുന്നവരായിരിക്കും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. എല്ലാത്തിലും ഉപരി ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സമാധാനം, സമാധാനം എന്ന വചനം അവരെ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അന്നേ ദിവസം പറയപ്പെടുന്നതാണ്, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുക, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുക. ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അന്യമാണ്, ഈ കരുണയെല്ലാം നിങ്ങൾക്ക് അന്യമാണ്, ഈ പറയുന്ന സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അന്യമാണ്.
മനുഷ്യകുലം രണ്ടായി അവിടെ തിരിയും. ഒന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്ന, അള്ളാഹുവിൻ്റെ കരുണയിലൂടെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന ഒരു വിഭാഗം, മറ്റു വിഭാഗം അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്കിരയായി നരകത്തിലേക്ക് പതിക്കുന്ന മറ്റൊരു വിഭാഗം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്നതും ഇത്തരത്തിൽ നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞ ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ പെടാനാണ് ആയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ കേൾവിയും പറച്ചിലുമെല്ലാം സാലിഹായ സൽക്കർമ്മമായി റബ്ബ് സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.